നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊന്ന് നമുക്ക് കാണാം. ശ്രീനാരായണ ഗുരുദേവൻ മലബാർ പ്രദേശത്ത് സ്ഥാപിച്ച 3 പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നാണ് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. ആധ്യാത്മികവും സാമൂഹികവുമായ മൂല്യങ്ങളുടെ സമന്വയമാണ് ഗുരുദേവൻ്റെ ക്ഷേത്രസങ്കല്പം. ഈ സങ്കല്പത്തിന് രൂപം കൊടുത്തത് 127 വർഷങ്ങൾക്ക് മുമ്പ് 1888 നടന്ന ചരിത്രപ്രസിദ്ധമായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയോടു കൂടിയാണ്. ഈ മഹാസംഭവം കഴിഞ്ഞ് ഏതാണ്ട് 22 വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 1085 മേടമാസത്തിലെ മകയിരം നാളായ 1910 മെയ് 12 പുലർച്ചെയാണ് ചരിത്രപ്രധാനമായ കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീകണ്ഠേശ്വര ക്ഷേത്രം സ്ഥാപിതമായത്. ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നിടം പണ്ടുകാലത്ത് നല്ലീശ്വരം മഠം എന്നും അറിയപ്പെട്ട സ്ഥലമായിരുന്നു. നല്ലീശ്വരം എന്നൊരു ക്ഷേത്രവും മുൻപ് അവിടെ ഉണ്ടായിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിന് അനുയോജ്യമായ സ്ഥലമെന്ന് മനസ്സിലാക്കിയ ഗുരുദേവൻ തന്നെയാണ് അവിടെ കുറ്റിനാട്ടൽ കർമ്മം നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് ശ്രീകണ്ഠേശ്വരൻ എന്ന് നാമകരണം ചെയ്തു ഗുരു. വരും കാലങ്ങളിൽ ഈ ക്ഷേത്രം മലബാറിലെ മധുരയാകുമെന്ന് അരുൾ ചെയ്തുവെന്നും ചരിത്രം. പാലാഴി മഥന സന്ദർഭത്തിൽ ഉയർന്നു വന്ന കാളകൂട വിഷം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു. വിഷം ഇറക്കാതിരുന്നതിനാൽ ഖണ്ഡത്തിലത് ഉറച്ചു പോയെന്നും ഭഗവാനത് പിന്നീട് ഭംഗിയായെന്നും താളുകളിൽ വാഴിക്കുന്നു. വിഷത്തിന് ശ്രീ എന്നൊരു പര്യായമുണ്ടാകുകയും വിഷപാനം ചെയ്ത് ഭഗവൽ രൂപത്തിന് ശ്രീകണ്ഠൻ എന്ന പേരുയരുകയുമായിരുന്നു. കാലം കടന്നു പോകുന്നതിനനുസരിച്ച് ക്ഷേത്ര തലയെടുപ്പ് വർദ്ധിക്കുകയാണ്. 100 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമെന്നത് കോഴിക്കോടിൻ്റെ ഭൂപടത്തിൽ ശ്രീകണ്ഠേശ്വരത്തെ വേറിട്ടു നിർത്തുന്നു. വ്യാസവും ഉയരവുമുള്ള വട്ട ശ്രീകോവിലിൽ ഭഗവാന്റെ സഗുണ നിരാകാരമായ ശിവലിംഗം ക്ഷേത്രത്തിൽ ദർശിക്കാം. മുൻപിലെ മണ്ഡപത്തിൽ വാഹനവും ഋഷഭരൂപിയായ നന്ദികേശനും ഉള്ളിലെ മീനക്കോണിൽ കിണറിന് തൊട്ടടുത്തായാണ് നല്ലീശ്വര ശിവന്റെ വിഗ്രഹമായ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിനായി മണ്ണ് നീക്കം ചെയ്യുമ്പോൾ പഴയ കാലത്തെ നല്ലീശ്വര ശിവന്റെ വിഗ്രഹം ലഭിക്കുകയായിരുന്നു. ദീർഘകാലം ജലാധിവാസത്തിലായിരുന്ന ശിവലിംഗം വിധിപ്രകാരം പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠ. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. 1910 മെയ് 12 അതിരാവിലെ 5:30 മണിക്ക് ശ്രീനാരായണ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തി. പ്രതിഷ്ഠാ സമയത്ത് ഗുരുദേവൻ്റെ മുഖ്യ ശിഷ്യനായിരുന്ന മഹാകവി കുമാരനാശാനും ഒപ്പമുണ്ടായിരുന്നു. പ്രതിഷ്ഠയ്ക്ക് വേണ്ടി കല്ലിങ്കൽ ദേവി ക്ഷേത്ര പരിസരത്ത് പണിതീർത്ത ശിവലിംഗം ഒരു ഗംഭീര ഘോഷയാത്രയായി എഴുന്നള്ളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. സാമൂതിരി രാജാവ് ഈ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിക്കാൻ തൻ്റെ നായർ പടയാളികളെ അയച്ചു കൊടുത്തിരുന്നു. അക്കാലത്തെ പ്രമാണിമാരും മറ്റ് സമുദായാംഗങ്ങളും ഈ പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തിരുന്നു. ശിവപ്രതിഷ്ഠാ സമയത്ത് ശ്രീകോവിലിൻ്റെ ജോലി കഴിഞ്ഞു പ്രതിഷ്ഠാ മുഹൂർത്തമായപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾ കാത്തു നിൽക്കുന്ന സമയത്ത് ഗുരുവിനെ കാണുന്നില്ല. എല്ലാവരും അക്ഷമരായി നിൽക്കുന്ന സമയത്ത് ക്ഷേത്രനട തുറന്ന് ഗുരു പുറത്തു വന്ന് എല്ലാം ശുഭമായി കഴിഞ്ഞു എന്ന് അരുൾ ചെയ്തു. 4 ആൾ പിടിച്ചാൽ പൊങ്ങാത്ത ശിവലിംഗം ഗുരു ഒറ്റയ്ക്ക് ഉള്ളിൽ പ്രതിഷ്ഠിക്കുകയാണുണ്ടായത്. ഉപദേവതാ പ്രതിഷ്ഠകൾ: സുബ്രഹ്മണ്യൻ, നവഗ്രഹങ്ങൾ, ഗണപതി, ശാസ്താവ്, വിഷ്ണു, ദേവി എന്നിവയാണ് ഉപദേവതാ പ്രതിഷ്ഠകൾ. പ്രധാന ശിവക്ഷേത്രത്തിനടുത്തായി തന്നെ ആചാര്യസ്ഥാനമായ ഗുരുവിഹാരവും ഉണ്ട്. ശിവക്ഷേത്രത്തിൻ്റെ വടക്കുകിഴക്കേ കോണിലായി ഒരു ചെറിയ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നതായി കാണാം. ക്ഷേത്ര നിർമ്മാണത്തിനായി തറ കീറുമ്പോൾ കണ്ടുകിട്ടിയതാണ് ഈ കൊച്ചു ശിവലിംഗം. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് പഴനിയിലെ അതേ അളവിന്
വേണ്ടിച്ചെന്ന ചൈതന്യസ്വാമികളെ പഴനിയിലെ പൂജാരികൾ കൂട്ടാക്കിയില്ല. ചൈതന്യസ്വാമികൾക്ക് സുബ്രഹ്മണ്യ സ്വാമി സ്വപ്ന ദർശനത്തിലൂടെ പഴനിയിലെ വിഗ്രഹത്തിൻ്റെ അളവ് നൽകി. അതേ അളവിൽ തന്നെ വിഗ്രഹം ഉണ്ടാക്കുകയും ചെയ്തു. പഴനിക്ക് തുല്യമായ ശക്തിയുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ഇതും. ഉത്സവം. ശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ വാർഷിക മഹോത്സവം. ധ്വജാരോഹണത്തോടുകൂടി ആരംഭിക്കുന്ന ഈ ഉത്സവം 8 ദിവസം നീണ്ടു നിൽക്കുന്നു. ഇതിനു പുറമെ വിനായക ചതുർത്ഥി, നവരാത്രി, ഗുരുവായൂർ ഏകാദശി, തൈപ്പൂഴം, കാർത്തിക വിളക്ക്, അയ്യപ്പ പൂജ, സ്കന്ദഷഷ്ഠി, ഇളനീരാട്ടം, ശ്രീകൃഷ്ണ ജയന്തി, പ്രതിഷ്ഠാദിനം തുടങ്ങിയ ആഘോഷങ്ങളും തുലാമാസത്തിലും കർക്കിടക മാസത്തിലും വരയ്ക്കൽ കടപ്പുറത്ത് വാവുബലി എന്ന ആചാരങ്ങളും സുപ്രധാനങ്ങളാണ്. വഴിപാടുകൾ: ഷോഡശാഭിഷേകം, ഉദയാസ്തമന പൂജ, പാർവതി പരമേശ്വര പൂജ, ഉമേഷന് പൂജ, നവഗ്രഹ പൂജ, പ്രേത വഴിപാട്, ശത്രുസംഹാര ദേവി പൂജ, വെള്ള നിവേദ്യം, സ്വയംവര മന്ത്ര പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ മഹാമന്ത്ര പുഷ്പാഞ്ജലി എന്നിവയാണ് പ്രധാന വഴിപാടുകൾ.